കൊല്ലം കോർപ്പറേഷൻ UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ കൊല്ലത്ത് DCC നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മഹിളാ കോൺഗ്രസ് നേതാവിൻ്റെ ശബ്ദ സന്ദേശം പുറത്ത്. കൊല്ലൂർവിള എന്നല്ല ഒരു സ്ഥലത്തും മതന്യൂനപക്ഷങ്ങൾക്ക് DCC വില കൽപ്പിക്കുന്നില്ല എന്ന് സിറ്റിംഗ് കൗൺസിലർ അംസത്ത് ബീവി. 7 പേര് മത്സരിക്കാൻ നിന്നു. അവരോടെങ്കിലും പാർട്ടിക്ക് ചോദിക്കാമായിരുന്നു ആർക്ക് കൊടുക്കണം. തർക്കങ്ങളൊന്നും വേണ്ട, നമ്മൾ പറയുമല്ലോ ഇന്ന ആൾക്ക് കൊടുക്കണം. ആ വിളിച്ച് ഒരു മനുഷ്യരെ പോലും ഈ പാർട്ടിക്കാർ വിളിച്ചിട്ടൊന്ന് പറയോ ചെയ്യോ ഒന്നും ചെയ്തില്ല. സ്വന്തം ഇഷ്ടത്തിന് NSSന്റെ പേരും പറഞ്ഞ് NSSന് തന്നെ കൊടുത്തു. കൊല്ലൂറുള്ള എന്നല്ല ഒരു സ്ഥലത്ത് മുസ്ലിങ്ങൾക്ക് ഒരു വിലയുമില്ല. പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ വഞ്ചനയാണ്. ഞങ്ങളെ 8 പേരെയും കൂടെ വിളിച്ചിട്ട് ചോദിക്കണമായിരുന്നു. ഈ സീറ്റ് 1 മാസത്തിന് മുമ്പേ തന്നെ മഷ്കൂറിന് കൊടുത്ത് വെച്ചിട്ടാണ് ഈ തർക്കങ്ങളും പ്രശ്നങ്ങളും അത്ര ഉണ്ടാക്കിയത്. കൊല്ലൂർവിള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് ശബ്ദ സന്ദേശം പുറത്തായത്. DCC ചെയ്ത വഞ്ചന 1 മാസം മുമ്പേ കൊല്ലൂർവിള ഡിവിഷൻ സീറ്റ് മഷ്കൂറിന് മാറ്റിവെച്ചിട്ടാണ് തർക്കനാടകം. ബിന്ദുകൃഷ്ണയും കൊല്ലൂർവിള സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അൻസാർ അസീസും NSS നേതാവ് ആദിക്കാട് ഗിരീഷും ആണിതിന് പിന്നിലെന്ന് അംസദ് ബീവി ഈ വോയിസ് സന്ദേശത്തിൽ ആരോപിക്കുന്നു. അതേസമയം NSS നേതാവ് ആദിക്കാട് ഗിരീഷ് കൊല്ലൂർവിള ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യണമെന്ന് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് ഷാജി കൈരളി ന്യൂസിനോട് പറഞ്ഞു. കൊല്ലൂളയിൽ UDF സ്ഥാനാർത്ഥി ജയിക്കുന്നുള്ളൂ. പക്ഷേ ജയിക്കണമെങ്കിൽ NSSൻ്റെ താലൂക്ക് യൂണിയൻ ചെയർമാൻ ശ്രീ ആദിക്കാട് ഗിരീഷ് വന്ന് ഞങ്ങളോടൊപ്പം നിന്ന് ഇനിയുള്ള 28 ദിവസ കാലഘട്ടം ഞങ്ങളോടൊപ്പം ഇറങ്ങി നിന്ന് ലൈവായിട്ട് നിന്ന് അദ്ദേഹത്തിന് ജയിപ്പിക്കാൻ അദ്ദേഹം കൂടെ വരണം. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം പോലും അദ്ദേഹം ചെയ്യണം. 35 വർഷമായി താൻ കൊല്ലൂർവിളക്കാരനാണെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി നജുമുദ്ദീൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാൻ ഇവിടെയാണ് താമസിക്കുന്നത്. ജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ അറിയുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായ എൻ്റെ ഒരു ലക്ഷ്യം. അതിന് എൻ്റെ ജീവിതം നേരത്തെ തന്നെ അങ്ങനെയാണ്, ഇനിയും അങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും UDFന് ഇവിടെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാവുമെന്ന് ഉറപ്പായി. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.